അശോകൻ ചരുവിൽ പ്രമുഖ സാഹിത്യകാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അശോകൻ ചരുവിൽ, ഇന്ന് കെ എസ് ഹരിഹരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയാണ്, എൻ്റെ സുഹൃത്തുക്കളും ചില മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഞാൻ ഈ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ കേവലം വടകരയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പറച്ചിലല്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫോൺ ശൈലജ ടീച്ചറുടെ ഫോൺ ആരെങ്കിലും നിർമ്മിക്കുമോ? മഞ്ജു വാര്യരുടേതാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു, ആരും പറയില്ല. മഞ്ജു വാര്യരുടെ ഫോണാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാമായിരുന്നു എന്ന തരത്തിലായിരുന്നു കെ എസ് ഹരിഹരൻ്റെ പരാമർശം. എവിടെ നിന്ന് വരികയാണ് ഈ ചീഞ്ഞളിഞ്ഞ വാക്കുകൾ കെ എസ് ഹരിഹരൻ്റേത്? കെ എസ് ഹരിഹരൻ ഇന്ന് പറഞ്ഞ വേദിയിൽ ഏറ്റവും ഗൗരവതരമാകുന്നത് അവിടെ ഇരുന്ന് ചിരിച്ചവരിൽ ഒരാൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്, അവിടുത്തെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകള് പൊതുരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നവോത്ഥാനം മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും സ്ത്രീയെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൊതുവെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നിലേക്ക് വന്നു. സാഹിത്യത്തിന്റെ ആയാലും കലയുടെ ആയാലും വിദ്യാഭ്യാസത്തിന്റെ ആയാലും പൊതുരംഗത്തൊക്കെ തന്നെ. അപ്പൊ അത് ഇന്ന് രാജ്യത്തെ പൊതുവായിട്ടുള്ള സ്ഥിതിക്ക് വിപരീതമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിൽ അസഹ്യത കൊണ്ടുകൊണ്ടുള്ള ഒരു ബോധപൂർവമായ നീക്കാണ്. സ്ത്രീയെ പൊതുരംഗത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് അവസരത്തിൽ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിലാണല്ലോ ഈ 50% സംവരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത്. അതിപ്പോ കുറെ കാലമായിട്ട് അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ നോക്കണം. വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. വലിയൊരു മാറ്റാണ്. വികസന മേഖലയിലൊക്കെ തന്നെ വലിയൊരു മാറ്റാണ് അത്. പൊതുജീവിതത്തിന് അത് മാറ്റം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ സ്ത്രീക്കും പെൺകുട്ടികൾക്കും വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ വലിയ ആവേശകരമായിട്ടുള്ളൊരു ജീവിതം അത് പ്രദാനം ചെയ്തു. അതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കാണാനുണ്ട്. അപ്പൊ അതിൽ അസഹ്യത കൊണ്ടിട്ട് സ്ത്രീയെ വീണ്ടും തിരിച്ച് അടുക്കളയിലേക്കും കിടപ്പുമുറിയിലേക്കും കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പൊതുരംഗത്തെ അസഭ്യം പറയുക, അവർക്കെതിരായിട്ടുള്ള അശ്ലീല ആക്രമണം നടത്തുക. അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ അശ്ലീലവൽക്കരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി തീർക്കാൻ കഴിയുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. അതാണിപ്പോ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, കേരളത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന 2 പേരാണ്. അതായത് മുന്നോട്ട് വരുന്ന കേരളീയ സ്ത്രീത്വത്തിന്റെ ശരിയായ 2 മാതൃകകൾ, ശരിയായിട്ടുള്ള 2 പ്രതീകങ്ങളാണ് വാസ്തവത്തില് ശൈലജ ടീച്ചറും അഭിനേത്രിയായിട്ടുള്ള നമ്മുടെ മഞ്ജു വാര്യരും. ഈ 2 പേരെയും UDFന്റെ കേരളത്തിലെ പ്രതിപക്ഷം മുന്നണിയായിട്ടുള്ള UDFന്റെ വേദിയിൽ ഒരേ സമയം 2 പേരെയും അപമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അവിടെ ആ വേദി എന്ന് പറയുന്നത് RMP നേതാവ് KS ഹരിഹരൻ സംസാരിച്ചത്, അദ്ദേഹത്തിന് അത് പറയാനുള്ള ആവേശം ഉണ്ടാക്കി കൊടുത്തത് അവിടെ ഇരുന്ന UDFന്റെ നേതാവ്, വിശേഷിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധി, അവരൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ വടകരയിൽ മത്സരിക്കാൻ വന്ന UDFന്റെ സ്ഥാനാർത്ഥി, ഇവരൊക്കെ പാടെ കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ആവേശത്തിന്റെ ഫലമാണ് ഈ നമ്മുടെ RMP നേതാവിന് ഇത്രമാത്രം ധൈര്യത്തോടു കൂടി ഇത്രമാത്രം മോശപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീത്വത്തെ പാടെ അപമാനിക്കാനുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. ശൈലജ ടീച്ചർ എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ മഞ്ജു വാര്യരൊക്കെ പറയുന്നത്, കേരളം മലയാളി മുഴുവൻ, അതുപോലെ തന്നെ അവരെ കാണുന്നവരും അവരെ അറിയുന്നവരും ഒക്കെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പൊ എവിടെയാണ് അടിക്കേണ്ടതെന്ന് അവർക്കറിയാം. UDF അതുപോലെ തന്നെ BJPക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് അടിക്കേണ്ടത്. ആ അടിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് അവർ അടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരിക, പുറത്തേക്ക് വരിക? അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ചങ്കൂറ്റം ഇതൊക്കെ തന്നെ. അപ്പോ പിന്മാറി പോകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക, നമുക്കറിയാം.
ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരാൻ ശ്രമിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇത് തുടക്കം മുതലേ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഈ വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ജന്മി EMS പറയാറുള്ള മാതിരി ജാതി ജന്മി നാടുവാഴിത്തം മാത്രമല്ല ഒരു പുരുഷ മേധാവിത്വത്തിന്റെ സ്വഭാവം കൂടിയുള്ളതാണ് നമ്മുടെ ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ. അവര് തുടക്കം മുതൽ ഏത് ഘട്ടത്തിലാണ് സ്ത്രീ, ഇപ്പൊ നമ്മുടെ ഇന്നലെ ഗൗരിയമ്മയുടെ സ്മരണ ദിനമായിരുന്നു. ഗൗരിയമ്മയൊക്കെ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതൽ അവരൊക്കെ കേട്ടിട്ടുള്ള അസഭ്യങ്ങൾക്കും അതുപോലെ തന്നെ അശ്ലീലാക്രമണങ്ങൾക്കും ഒക്കെ തന്നെ കണക്ക് വല്ലതുണ്ടോ? നമ്മുടെ വിമോചന സമരം തന്നെ ഊന്നിയത്, വിമോചന സമരം ഒക്കെ നടന്നത് ഗൗരിയമ്മയ്ക്കെതിരെ, ഗൗരിയമ്മയെ അസഭ്യം പറയലായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ ഈ പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിന്റെ ആ ഒരു വലത് രാഷ്ട്രീയത്തെ അംഗീകരിക്കാതെ അതിനെ തകർത്ത് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ഇടതുപക്ഷ സ്ത്രീ രാഷ്ട്രീയത്തിനുള്ളത്. ആ മേഖലയിൽ വരുന്ന സ്ത്രീകളെ മുഴുവൻ ആക്രമിക്കുക. മാത്രമല്ല, ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതി, ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ, വലതു മാധ്യമങ്ങൾ അതിനെ ഈ സ്ത്രീക്കെതിരായിട്ടുള്ള അപമാനത്തെയും അതുപോലെ തന്നെ സംഗതിയെയും ഒക്കെ തന്നെ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ആദരണീയമായിട്ടുള്ള നേതാവ്, അതായത് ആദ്യകാല നേതാവ് ഗൗരിയമ്മ മുതൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇളം പ്രായക്കാരിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനൊക്കെ ആ കുട്ടിയുടെയൊക്കെ രാഷ്ട്രീയ പ്രവേശവും അതിനെ തുടർന്ന് അവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരം പോലുള്ള ഒരു തലസ്ഥാന നഗരത്തിന്റെ മേയറായി എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സഹജീവികളോട് സ്നേഹമുള്ള മനുഷ്യന്മാരൊക്കെ തന്നെ എത്രമാത്രം ആവേശം കൊള്ളിച്ച കാര്യമാണ്. എത്രമാത്രം പുതിയ പെൺകുട്ടികൾക്കും പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ തന്നെ എത്ര മുന്നോട്ട് വരാനുള്ള എത്ര ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ, താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശ്രീ അശോകൻ ചെരുവിൽ ശരിയായ കാര്യം. കാരണം ശൈലജ ടീച്ചർ, മഞ്ജു വാര്യർ, ആര്യ രാജേന്ദ്രൻ വളരെ കൃത്യമായി തന്നെ ആസൂത്രണം നടത്തിയ പ്രസ്താവനകൾ, അപകീർത്തികരപരമായ പരാമർശങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന വിശാല കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ കേരളം നടത്തിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത മറ്റ് നീക്കങ്ങൾ, ഇതിനെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ പരിസരം കേരളത്തിലുണ്ട്. അതിന് ആക്കം കൂട്ടുന്നതാണ് ഈ തരത്തിലുള്ള RMP, ഈ ഹരിഹരനെ പോലെയുള്ള ആളുകൾ, അവർക്ക് പിന്തുണ നൽകുന്ന ഈ രാഷ്ട്രീയം. അതിനെതിരെ ചെറുത്തുനിൽപ്പ്, അതിനെ ചെറുക്കേണ്ടതിൻ്റെ വലിയൊരു സാഹചര്യം കൂടി ഇവിടെ വന്നിരിക്കുകയല്ലേ. ഇപ്പോൾ നിലവിൽ ഇത് മാത്രമല്ല, കേരളം ഈ ഒരു വിഷയം മാത്രമല്ല, ഒരു ശൈലജ ടീച്ചറിൻ്റെ പ്രശ്നത്തിൽ മാത്രമല്ല, ഇവരുടെ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്ന ഈ ആണധികാരത്തിൻ്റെതായ, പുരുഷ മേധാവിത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെതായ ആ രാഷ്ട്രീയത്തെ ഇപ്പോഴും നമ്മൾ വളരെ ശക്തിയുക്തം തന്നെ നേരിടേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കുകയല്ലേ വീണ്ടും. തീർച്ചയായിട്ടും ഇപ്പൊ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ RMP, നമ്മുടെ KS ഹരിഹരന്റെ പാർട്ടി, അതിന്റെ ആ പാർട്ടിയുടെ സൈദ്ധാന്തികനാണ് അത്രേ ഇപ്പോ ഹരിഹരൻ. അദ്ദേഹം ഈ സൈദ്ധാന്തികനായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു അത്ഭുതമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ RMP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വാസ്തവത്തിൽ അതിൽ നിന്ന് നമ്മളൊരു പ്രത്യയശാസ്ത്ര നിലപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ സവിശേഷതയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത്തരം ഒരു പാർട്ടി ഉണ്ടായത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നത്തിന്റെ പേരിലാണ്, ആശയപരമായ കാര്യത്തിന്റെ പേരിലാണ്. അവിടെ വടകരയ്ക്കകത്ത് ഒരു പഞ്ചായത്തിൽ, ഏറാമല എന്ന് പറയുന്ന പഞ്ചായത്തിൽ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇടതുമുന്നണിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം ഒരു ഘടകകക്ഷിയായിട്ടുള്ള അന്നത്തെ ജനതാദളിന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ആ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ചിരുന്ന ചില ആൾക്കാർക്ക് അത് കിട്ടില്ല എന്ന് വന്നു. അപ്പുണ്ടായ തർക്കത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംസ്കാരമോ പ്രത്യയശാസ്ത്ര സമീപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? നമ്മുടെ പത്രങ്ങളായുള്ള പത്രങ്ങളും ഈ വലതു മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരെ വലിയ ആദർശ പരിവേഷം കൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ആയുധമാണെന്നുള്ള നിലയ്ക്ക് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്? യാതൊരു കാഴ്ചപ്പാടില്ല. ഒരു ആ ശത്രുത, അന്നത്തെ ആ ഒരു ശത്രുത ഇടതുപക്ഷത്തോടും CPIM-നോടും ഉള്ളത് കൊണ്ട് ആ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും ഒക്കെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറായിട്ട് നടക്കുന്ന ചില ആൾക്കാർ, അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായാൽ യാതൊരു അത്ഭുതമില്ല.
ഇപ്പൊ ശൈലജ ടീച്ചർക്കെതിരായിട്ട് തന്നെ ഒന്നും പറയാനില്ലാണ്ട് നമുക്കറിയാമല്ലോ, അവിടെ ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ മാത്രമാണ് അവർക്ക് ഉന്നയിക്കാൻ പറ്റിയത്. എത്ര വ്യാജ വീഡിയോകളും പോസ്റ്ററുകളും അതുപോലെ തന്നെ അശ്ലീല പരാമർശമുള്ള ക്ലിപ്പ് ഈ പോസ്റ്ററുകളും ഒക്കെ തന്നെ അവരിറക്കി. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ആയുധം അതുമാത്രമായി മാറുകയാണ്. ഇതിപ്പോ യു ഡി എഫ് ആണ് ചെയ്യുന്നത്, RMP ആണ് ചെയ്യുന്നത്, ഹരിഹരനാണ് പറഞ്ഞു തന്നു. അത് മാത്രമല്ല പ്രശ്നം, ഇത് കേരളത്തിന് പൊതുവായിട്ട് അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കേരളം എന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മഹനീയമായ സാംസ്കാരിക പാരമ്പര്യം, അതുപോലെ തന്നെ മതേതരത്വം, അങ്ങനെയുള്ള ഒരു ജാഗ്രത പാലിക്കുന്ന ഒരു സംസ്ഥാനമാണ്. വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം പോലും നമ്മൾ ഒരിക്കൽ പോലും രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, അത്ര തീവ്രമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷം അങ്ങനെയുള്ള പാർട്ടികളൊന്നും തന്നെ ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം അതൊക്കെ ക്ലച്ച് പിടിക്കുന്ന കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പലരും പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാറില്ല. നമുക്കറിയാമല്ലോ, എത്ര തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോയി. അതിനു മുമ്പ് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പല സംഗതികളൊന്നും തന്നെ പൊതുരംഗത്ത് ഇടതുപക്ഷം ഉപയോഗിക്കാറില്ല. പക്ഷേ വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ മാർഗമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നിക്കക്കല്ലില്ലാണ്ട് അവർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അത് കേരളത്തിനുണ്ടാക്കുന്ന അപമാനം വളരെ വലുതാണ്. കേരളത്തിന്റെ ആ ഒരു അഭിമാനകരമായിട്ടുള്ള ആ ഒരു പാരമ്പര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കണം. നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ അവിടുത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഭാഗമായിട്ട് സ്ത്രീയെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെയും ദളിതനെയും ഒക്കെ പൊതുരംഗത്ത് നിന്ന് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം. കാരണം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ശക്തികൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ കേരളത്തിന്റെ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളീയ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്ത്രീകളുടെ സാന്നിധ്യം എല്ലായിടത്തും കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മള് രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ വരുന്നു, സാഹിത്യരംഗത്ത് വരുന്നു, കലാരംഗത്ത് വരുന്നു. മാത്രമല്ല ജനജീവിതത്തിൽ തന്നെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം. ഇപ്പൊ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ തന്നെ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ പണ്ട് കാലത്തിന്റെ കുട്ടിക്കാലത്തൊന്നും കാണാത്ത മറ്റുള്ള സ്ത്രീ സാന്നിധ്യവും കാണുന്നുണ്ട്. പണ്ട് ഉത്സവങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് പോകാവുന്ന ഒരേ ഒരു സ്ഥലമായിരുന്നുള്ളൂ ക്ഷേത്രം. പക്ഷെ അവിടെ ഉത്സവം വരുമ്പോൾ അവിടെ സ്ത്രീക്ക് സാന്നിധ്യമില്ല. ഇപ്പൊ ഗുരുവായൂര് എല്ലാ ദിവസവും സ്ത്രീകൾ പോകും, പക്ഷെ ഏകാശി വന്നാൽ അവിടെ സ്ത്രീ ഇല്ല. അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകും പ്രാർത്ഥിക്കാനായിട്ട്, പക്ഷെ തൃശ്ശൂർ പൂരം വന്ന സ്ത്രീ ഇല്ല. അങ്ങനെ ഇനിയിപ്പോ വളരെ ധൈര്യമുള്ള ചില സ്ത്രീകൾ പോവും, അല്ലെങ്കിൽ പുരുഷന്മാരുടെ വലിയ ഒരു നേതൃത്വത്തിൽ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആരെങ്കിലും പോകുന്നല്ലാണ്ട് ഇപ്പൊ അതെല്ലാം മാറി. സ്ത്രീകൾ സ്വന്തം നിലയ്ക്ക് സംഘങ്ങളായിട്ടും ഒറ്റയ്ക്കും ഒക്കെ തന്നെ പോവുക മാത്രമല്ല, അതിലൊക്കെ പങ്കാളികളാവുകയും ആസ്വദിക്കുകയും സ്വയം ആവിഷ്കരിക്കുകയും നിരവധി കലാസംഘങ്ങൾ സ്ത്രീകളുടെ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകൊട്ടി കളി സംഘങ്ങളും വട്ടക്കളി സംഘങ്ങളും നാടൻപാട്ട് സംഘങ്ങളും ഒക്കെ തന്നെ. അവര് എത്ര ആവേശപൂർവമാണ്. കാരണം അവര് സ്വയം ആവിഷ്കരിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ കലാവിഷ്കാരങ്ങളും കഥ, കവിത പോലുള്ള ആവിഷ്കാരങ്ങളൊക്കെ വളരെ മറ്റെല്ലാ പുരുഷന്മാരെ പോലും തള്ളി നീട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ ഒരു സ്വഭാവമാണ്. സ്ത്രീക്ക് ഇവിടെ അതൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പൊ ഇതിനെ തകർക്കുക എന്നുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശം കൂടിയാണ്. അതും കൂടി തീർച്ചയായിട്ടും ഇപ്പൊ വടകരയിലെ ഈ UDF സമ്മേളനം, ആ UDF സമ്മേളനം അവർ എന്തൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഈ സ്ത്രീക്കെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് അവർ ആരംഭിക്കാൻ പോകുന്നത്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ. കാരണം സ്ത്രീയുടെ പിൻബലം രാജ്യത്തെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയാണ്. സ്ത്രീ മുന്നോട്ട് വരുന്നത് അവർക്ക് പിൻബലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കി സ്ത്രീയെ അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ അശോകൻ ചെരുവിൽ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.